അപ്പോൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് മറ്റേ സാധാരണ ഉണ്ടാക്കുന്നത് തന്നെ ഓംലെറ്റാണ്. ഓംലെറ്റിൻ്റെ ഒപ്പം തന്നെ അതിനുള്ള ഗ്രേവി, അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയൊരു ഗ്രേവിയുടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് സവാള, പിന്നെ മുരിങ്ങയുടെ ഇല, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ആദ്യം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ 2 മുട്ടയുടെ ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനുള്ള ഗ്രേവിയും കൂടെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമേ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇടുക, പിന്നെ റൗണ്ടിലരിഞ്ഞ് പച്ചമുളക് ചേർക്കുക, ആവശ്യമുള്ള പച്ചമുളക് ചേർക്കുക, പിന്നെ ഒരു 1/2 സ്പൂണ് വെളുത്തുള്ളി, അതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മളിപ്പം ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കത് സൈഡിലോട്ട് ഒരു വാഴയിലേക്കകത്തോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാനുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി, അതായത് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചതിനുള്ള ഗ്രേവിയാണ് നമ്മളിപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചട്ടിക്കകത്ത് എണ്ണ ചൂടാക്കുക. എണ്ണ നല്ലവണ്ണം ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ ഈ മുട്ട ആദ്യമേ പുഴുങ്ങി വെക്കണം. 2 മുട്ട പുഴുങ്ങി വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഉപയോഗിക്കില്ല, അതിൻ്റെ മഞ്ഞക്കരു അതിലേക്ക് ആദ്യം എണ്ണയ്ക്കകത്തിട്ട് നല്ലോണം വറക്കണം. ഇപ്പം നമ്മളതിനകത്തേക്ക് മഞ്ഞക്കരു ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. പിന്നെ അതിന് ശേഷം മുരിങ്ങയില ഇവിടെ അതിനകത്തിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞതും, പിന്നെ വെളുത്തുള്ളിയും, ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് അരിയുന്നത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും കൂടെ അതിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ ഇത്ര ഇട്ട സാധനങ്ങൾ നല്ലോണം വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് നേരം തീയൊക്കെ കൂട്ടി വെച്ച് നല്ലോണം ഇളക്കണം. ഇനിയിപ്പോൾ അത് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ നല്ലവണ്ണം വഴണ്ടതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളം ചേർക്കണം. 1/2 ഗ്ലാസ് പച്ചവെള്ളം ചേർത്തിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വിടുക. അപ്പോൾ അതിനകത്ത് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം തിളച്ച് കഴിഞ്ഞ് നല്ല കൊഴുത്ത് നല്ല ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓംലെറ്റിനുള്ള ഗ്രേവി റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഓംലെറ്റ് റോളായിട്ട് ഇങ്ങനെ ചുരുട്ടിയ ശേഷം 3-4 കഷ്ണമായിട്ട് മുറിച്ച് അതിൻ്റെ മുകളിലേക്ക് ഗ്രേവി ചേർത്ത് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണിക്ക് എന്നും ഉണ്ടാക്കി കൊടുക്കാൻ കൊള്ളത്തില്ല, അല്ലാതെ വല്ലപ്പോഴുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക.
അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ചെയ്ത ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ചെറിയ 4 മണി പലഹാരമാണ് കാണിച്ചത്. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.